നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തർപ്രദേശിനെ ഉറപ്പിച്ച മാഫിയ തലവൻ അദീഖ് അഹമ്മദിന്റെ ജീവിതം ദുരന്തർ 2 എന്ന സിനിമയിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ്. ഈ സിനിമയിൽ അദീഖ് അഹമ്മദിനെ അതീഫ് അഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. പ്രശസ്ത നടൻ സലീം സിദ്ദിഖി ആതിഫ് അഹമ്മദായി തകർത്തഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമുണ്ട്. അദീഖിന്റെ പാകിസ്ഥാൻ ബന്ധം മുതൽ ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച നോട്ട് നിരോധനം വരെ ഈ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നിൽ മുട്ടുകുത്തിയ ചരിത്ര നിമിഷങ്ങളും ഈ ചിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള ബംഗ്ലാദേശ് വിമോചനത്തെക്കുറിച്ചും പാകിസ്ഥാന്റെ കീഴടങ്ങിനെ കുറിച്ചും റൈസ് ടു ധാക്ക എന്ന പേരിൽ ഒരു വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സിനിമയിലെ ആതിഫ് അഹമ്മദും യഥാർത്ഥത്തിലെ ആതിഫ് അഹമ്മദും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ്. സിനിമയിൽ സലീം സിദ്ദിഖി അവതരിപ്പിക്കുന്ന ആതിഫ് അഹമ്മദ് പാകിസ്ഥാനിലെ ISI ഏജന്റുമാരുമായി ആശയവിനിമയം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് വെറും സിനിമാ കഥയല്ല. യഥാർത്ഥത്തിൽ 2023 പോലീസ് കുറ്റപത്രത്തിൽ ആതിഫ് അഹമ്മദ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും പഞ്ചാബ് അതിർത്തി വഴി ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നും ലഷ്കർ-ഇ തൊയ്ബയുമായുള്ള ബന്ധം ഇവിടെ ചർച്ചയാവുകയാണ്. സിനിമയിൽ ആതിഫിന്റെ ആധിപത്യം ഇല്ലാതാക്കാൻ ഭരണകൂടം സ്വീകരിച്ച കർശന നടപടികൾ വളരെ കൃത്യമായി തന്നെ സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സിനിമയിലെ മറ്റൊരു വലിയ ചർച്ചാ വിഷയം ആതിഫ് അഹമ്മദിന് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധമാണ്. ഡി കമ്പനിയുമായി ആതിഫിന് അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് പല അന്വേഷണ ഏജൻസികളും സംശയിക്കുന്നുണ്ട്. ദാവൂദിന്റെ നെറ്റ്വർക്ക് വഴി വിദേശത്ത് നിന്ന് ആധുനിക ആയുധങ്ങൾ ലഭിച്ചിരുന്നതായും സിനിമയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ISI ഏജന്റുമാരുമായി ആതിഫ് നടത്തുന്ന ഇടപാടുകൾ വെറും ഭാവനയല്ല, മറിച്ച് പല പോലീസ് റിപ്പോർട്ടുകളും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗൗരവമേറിയ ആരോപണങ്ങളാണ്. സിനിമയിലെ ഒരു ഭാഗമാണ് നോട്ട് നിരോധനം. ആതിഫ് അഹമ്മദിനെ പോലുള്ള മാഫിയ തലവന്മാരുടെ സാമ്പത്തിക സ്രോതസ്സിനെ എങ്ങനെ തകർത്തു എന്നതാണ്. 2016 ഇന്ത്യ നോട്ട് നിരോധനം വന്നപ്പോൾ അദീഖിന്റെ കൈവശമുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കഴിയാതെ വരികയും അത് അയാളുടെ ക്രിമിനൽ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. കള്ളപ്പണവും തീവ്രവാദ പ്രവർത്തനങ്ങളും തടയാൻ നോട്ട് നിരോധനം എത്രത്തോളം വലിയ ആയുധമായി മാറി എന്ന് ഈ സിനിമയിലൂടെ നമുക്ക് കാണാം. സിനിമയിൽ രാജ്യസ്നേഹത്തിന്റെ വശങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ 1971 ചരിത്രപ്രധാനമായ യുദ്ധത്തെക്കുറിച്ച് സൂചനകളുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ഏകദേശം 93,000 പാകിസ്ഥാൻ സൈനികർ കീഴടങ്ങിയത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനിക കീഴടങ്ങുകളിൽ ഒന്നാണ്. പാകിസ്ഥാന്റെ പരാജയവും ഇന്ത്യയുടെ വിജയവും അധോലോക ബന്ധങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയൊരു ഊർജമായി സിനിമയിൽ അവതരിപ്പിക്കുന്നു. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന അദീഖിനെ പോലുള്ളവർക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യവും ഭരണകൂടവും തകർത്തത് എന്നത് ശ്രദ്ധേയമാണ്. സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ട രംഗം ആതിഫ് അഹമ്മദിന്റെ മരണമാണ്. 2025 ഏപ്രിൽ 15 രാത്രി 10:30 മണിക്ക് പോലീസ് കാവലിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ആതിഖും സഹോദരൻ അഷറഫും വെടിയേറ്റ് വീഴുന്ന രംഗം സലീം സിദ്ദിഖി വളരെ കൃത്യതയോടെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ആതിഖ് അഹമ്മദിന്റെ കൊലയാളികളെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്നത് ഇന്നും ഒരു നിഗൂഢതയായി തുടരുകയാണ്. ആരാണ് അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും ഇപ്പോഴും പല ചോദ്യങ്ങളും ബാക്കി വയ്ക്കുന്നു. എങ്കിലും സിനിമയിൽ ചില ടൈം ലൈൻ മിസ്റ്റേക്കുകളുണ്ട്. 2023 ആതിഫ് അഹമ്മദ് ഇല്യാസ് കാശ്മീരുമായി സംസാരിക്കുന്നത് സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഇല്യാസ് കാശ്മീരി 2011 തന്നെ കൊല്ലപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ചില സിനിമാറ്റിക് മാറ്റങ്ങൾ ഒഴിച്ചാൽ സിനിമ ഒരു മികച്ച ക്രൈം ത്രില്ലറാണ്. ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം സുരക്ഷിത താവളം തേടി പാകിസ്ഥാനിലേക്ക് കടക്കുന്ന ഭീകരർ അവിടെയും സുരക്ഷിതമല്ല എന്നൊരു വലിയ സത്യം ഈ സിനിമ തുറന്നു കാട്ടുന്നുണ്ട്. അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ വെച്ച് പല ഭീകരരുടെയും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഇന്ത്യയുടെ ശത്രുക്കൾ എവിടെ പോയി ഒളിച്ചാലും അവർക്ക് രക്ഷയില്ല എന്ന സന്ദേശമാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഈ അജ്ഞാതർ ആരാണെന്നത് ഇന്നും ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യമാണെങ്കിലും അതിന്റെ ലക്ഷ്യം ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സലീം സിദ്ദിഖിയുടെ അഭിനയവും ആതിഖിന്റെ അധോലോക കഥകളും നോട്ട് നിരോധനം പോലുള്ള സാമ്പത്തിക മാറ്റങ്ങളും ഒത്തുചേരുമ്പോൾ ദുരന്തർ 2 ഒരു ചരിത്രപാഠം കൂടിയായി മാറുന്നു. രാജ്യദ്രോഹികൾക്കും മാഫിയകൾക്കും ഇന്ത്യൻ മണ്ണിൽ നിലനിൽപ്പില്ല എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.